നമസ്തേ എവരിവൺ, വെൽക്കം ടു സിലബസ് അക്കാഡമി. നമ്മളിന്ന് ബയോളജിയുടെ സെല്ലിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് നോക്കാൻ പോകുന്നത്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സെൽ ഡിഫറൻസിയേഷൻ, സ്റ്റെം സെൽസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സെൽസ് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേക്കും ടിഷ്യൂസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കലകൾ എന്ന് വിളിക്കും. ഇനി ചില കലകൾ മീൻസ് ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? ഓർഗൻസ് എന്ന് വിളിക്കും, അല്ലെ? ഇപ്പൊ നമ്മളുടെ സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ, ലിവർ, ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ഓർഗൻസ് ആണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒറ്റയ്ക്ക് ഒരു സെല്ല് മാത്രമായിട്ടാണോ? അല്ല, എ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. A group of tissues in a living organism that form a structural unit to perform a specific function. അതാണ് എന്ത്? ഓർഗൻ എന്ന് വിളിക്കുന്നത്. ഇനി ഓർഗൻസ് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്നു? ഓർഗൻ സിസ്റ്റമായി മാറുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ, ലിവർ എല്ലാം വരുന്നുണ്ട്. അതേപോലെ സിസ്റ്റം എന്ന് പറയുമ്പോഴേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഫുഡ് വായിലേക്ക് വെക്കുമ്പോൾ തൊട്ട്, അതായത് മൗത്ത് തൊട്ട് ഏനസ് വരെയുള്ള കമ്പോണന്റ് ആണ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഡിഫറെന്റ് ടിഷ്യൂസും സെൽസും ഓർഗൻസും എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ഒരു ഓർഗൻ സിസ്റ്റമായി മാറുന്നത്. ഓക്കെ, ഓർഗൻ സിസ്റ്റം is a group of organs that work together to perform specific life functions. അനിമൽ ബോഡി എടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അവന്റെ ഒരു കോർഡിനേറ്റഡ് ഫങ്ഷനിങ് കാരണമാണ് ഒരു ഓർഗാനിസത്തിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഫങ്ഷനിങ് തന്നെ നടക്കുന്നത്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് നോക്കിയാലോ? സ്കെൽറ്റൽ, മസ്കുലർ, സർക്കുലേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ, ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി, എക്സ്ക്രീറ്ററി, ഇൻറ്റിഗ്യുമെന്ററി. ഇൻറ്റിഗ്യുമെന്ററി സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സ്കിൻ, ഹെയർ, നെയിൽസ്, അതുപോലെ ഔട്ടർ കവറിംഗിൽ വരുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്താണ് ഇന്റഗ്യുമെന്ററി സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് ദർ അസോസിയേറ്റഡ് ഗ്ലാൻഡ് വരും. ഇപ്പോൾ സ്കിന്നിലാണെങ്കിൽ സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, സെബീഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇന്റഗ്യുമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. ഇനി ഒരു പ്ലാന്റ് ബോഡി എടുത്തു കഴിഞ്ഞാലോ, നമ്മൾ മെയിൻലി പ്ലാന്റ് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. മണ്ണിനടിയിൽ കാണുന്നതിന് റൂട്ട് സിസ്റ്റം എന്നും മണ്ണിന് മുകളിലേക്ക് വരുമ്പോൾ ഷൂട്ട് സിസ്റ്റം എന്നും. അതേപോലെ വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ് പ്രൈമറി ഓർഗൻസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. എന്താണ് പ്രൈമറി ഓർഗൻസ്? ഒരു ഓർഗാനിസത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ അതിന് സഹായിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഓർഗൻസ് എന്ന് വിളിക്കുന്നത്. ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്റ്റെം, ലീവ്സ് ആൻഡ് റൂട്ട് ആണ് പ്രൈമറി ഓർഗൻസ് ആയി വരുന്നത്. ഇനി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഫ്ലവേഴ്സ്, സീഡ്സ് ആൻഡ് സ്പോർസും വരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ഒരു കോർഡിനേറ്റഡ് മാനറിൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കാം? ഓർഗാനിസ് ആയി മാറും, ഇല്ലേ? എല്ലാ സിസ്റ്റംസും എല്ലാ ഓർഗൻസും സെൽസും കോർഡിനേറ്റഡ് ആയിട്ട് ഫങ്ഷൻ ചെയ്ത് വരുമ്പോഴേക്കും എന്ത് പറ്റുന്നു? നമ്മുടെ എല്ലാ ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഓക്കെയാണ്. വി ക്യാൻ റെസ്പോണ്ട് ടു ദ environment as well as the external and internal environment. ഇനി വരുന്ന ചേഞ്ചസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്നു, നമ്മളെ ഗ്രോ ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ, റീപ്രൊഡ്യൂസ് ചെയ്യാൻ എല്ലാത്തിലും സഹായിക്കുന്നത് എന്താണ്? ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ആൻഡ് ടിഷ്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കോർഡിനേറ്റഡ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ബീയിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഓർഗാനിസം എന്ന് വിളിക്കുന്നു. സോ സെൽ, ടിഷ്യൂ, ഓർഗൻ, ഓർഗൻ സിസ്റ്റംസ്, ഓർഗാനിസംസ്, ഇങ്ങനെ പല തട്ടുകളായിട്ടാണ് നമ്മളുടെ ഒരു എന്താ പറയാ ബോഡീനെ നമുക്ക് പല ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ പല തട്ടുകളായിട്ട് നമുക്ക് തിരിക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റിൽ നിന്ന് തുടങ്ങുമ്പോഴേക്കും ആറ്റാണ് വരുന്നത്, അല്ലെ? ആറ്റംസ് കമ്പൈൻ ചെയ്ത് വരുമ്പോൾ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നു. മോളിക്യൂൾസ് പിന്നെയും കമ്പൈൻ ചെയ്ത് വരുമ്പോൾ മൈക്രോ മോളിക്യൂൾ, പിന്നീട് മാക്രോ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. അത് പിന്നെ ഓർഗനൽസ് ആയിട്ട് മാറുകയാണ്. നമുക്കറിയാം നമ്മുടെ സെല്ലില് സൈറ്റോപ്ലാസ്റ്റിൽ കാണുന്ന ചെറിയ ചെറിയ കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? സെൽ ഓർഗനൽസ് ആണ്. അപ്പൊ അങ്ങനെ കുറെ സെൽ ഓർഗനൽസ് കോർഡിനേറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും എന്തായി? അതൊരു സെല്ലായിട്ട് വരുന്നു. ഈ സെല്ലാണ് നമ്മൾ ജീവന്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറൽ ആസ് വെൽ ആസ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. സെൽസ് കമ്പൈൻ ചെയ്തിട്ട് എന്തായി? ടിഷ്യൂസ് ആയി മാറുകയാണ്. പലതരം ടിഷ്യൂസ് കമ്പൈൻ ചെയ്തിട്ട് ഓർഗനായി മാറുകയും
പിന്നെ ഓർഗൻസ് കമ്പൈൻ ചെയ്തു വരുമ്പോഴേക്കും ഓർഗൻ സിസ്റ്റം അങ്ങനെ ഒരു ഓർഗാനിസം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഓർഗാനിസംസ് കമ്പൈൻ ചെയ്തു വരുമ്പോഴേക്കും ഡിഫറെന്റ് കമ്മ്യൂണിറ്റി, പോപ്പുലേഷൻ, പിന്നെ ബയോസ്ഫിയർ, അങ്ങനെ ഡിഫറെന്റ് ഹയർ ലെവലിലേക്ക് നമുക്ക് ഈ ഓർഗനൈസേഷനെ കൊണ്ടുപോകാം. ഇതാണ് ഏറ്റവും ബേസിക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത് ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള സൈഗോട്ടിൽ നിന്നാണ്. ഓക്കെ, സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് കുറെ സെല്ലുള്ള ഒരു മാസ് ഉണ്ടാവും. ആ മാസിനാണ് നമ്മൾ ഫീറ്റൽ സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ സെൽസിന്റെ പ്രത്യേകത എന്താണ്? ഈ സെൽസിന് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ഉണ്ടോ, പർട്ടിക്കുലർ സ്ട്രക്ചർ, അങ്ങനെ ഒന്നുമില്ല. അതൊരു സെല്ലിന്റെ ഒരു ഗ്രൂപ്പാണ്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു വരുന്നു. അതിനുശേഷം സിഗ്നലിംഗ്, അതായത് ഹോർമോൺസ് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് ആവാം, അങ്ങനെ സിഗ്നലിംഗ് മോളിക്യൂൾസ് വരുമ്പോഴേക്കും അവരുടെ നിയന്ത്രണത്തിലാണ് അവർക്ക് പലതരം ഫങ്ഷൻസ് അവർ ചെയ്തു തുടങ്ങിയിട്ട് നെർവ് സെല്ല്, ബോൺ സെൽ, മസിൽ സെല്ലായിട്ടൊക്കെ അവർ മാറുന്നത്. ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലൈസേഷൻ ഇല്ലാത്ത ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് അവസാനം എന്താണ്, ഒരു സ്പെഷ്യലൈസ് സെല്ലായിട്ട് മാറുകയാണ്. അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല, ഒരു സീക്വൻഷ്യൽ പ്രോസസ്സിലൂടെ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ് സെൽ ഡിഫറൻസിയേഷൻ? ഇറ്റ് ഈസ് എ ഗ്രാജുവൽ ആൻഡ് സീക്വൻഷ്യൽ പ്രോസസ് ബൈ വിച്ച് ആൻ ഇമ്മച്ചുവർ അൺസ്പെഷ്യലൈസ് സെൽ ബിക്കം മെച്ചുവർ സ്പെഷ്യലൈസ് സെൽ ടൈപ്പ്. അല്ലെ, സൈഗോട്ടിലുള്ള സെൽ എന്ന് പറയുന്നത് പിന്നെ ഡിവൈഡ് ചെയ്ത ഫീറ്റൽ സെൽസ്, അവർക്ക് പർട്ടിക്കുലർ ഫംഗ്ഷൻ ഒന്നും ഇല്ല. അവരാണ് പിന്നെ സിഗ്നലിംഗ് മോളിക്യൂൾസിന്റെ സഹായത്തോടെ ഡിഫറെന്റ് സെൽ ടൈപ്സ് ആയിട്ട് മാറുന്നത്. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്താ, സൈക്കോട്ടിന്റെ ആ ഒരു ഡെവലപ്മെന്റിലൂടെ നമുക്ക് പറയാം. എന്താണ് സൈക്കോട്ട് എന്ന് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ സെല്ലിനെയാണ് നമ്മൾ സൈക്കോട്ട് എന്ന് വിളിക്കുന്നത്. സൈക്കോട്ട് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ചെയ്തിട്ടാണ് ഫീറ്റൽ സെൽസ് അല്ലെങ്കിൽ ഭ്രൂണകോശമായിട്ട് മാറുന്നത്. ഈ ഫീറ്റൽ സെൽസിന് ഡെഫിനിറ്റ് സൈസോ ഷേപ്പോ ഒന്നുമില്ല. അവരാണ് പിന്നീട് സിഗ്നലിംഗിന്റെ സഹായത്തോടെ ഈ പറയുന്ന സ്പെഷ്യലൈസ് സെൽസ് ആയ ബോൺ സെൽസ്, നെർവ് സെൽസ് ആയിട്ട് മാറുന്നത്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റെം സെൽ നമ്മൾ കണ്ടു. പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് സഹായിക്കുന്ന സെൽസ് നമ്മൾ എന്ത് വിളിക്കുന്നു? മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് വിളിക്കുന്നു. അതുപോലെ അനിമൽസിൽ ഈ പറയുന്ന ഗ്രോത്തിനും ഡിഫറൻസിയേഷനൊക്കെ സഹായിക്കുന്ന സെൽസ് ആണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അൺസ്പെഷ്യലൈസ്ഡ് ആണ്. സ്പെഷ്യലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ ഡിഫറൻസിയേഷൻ അവിടെ പോസിബിൾ ആവില്ലല്ലോ. അപ്പൊ അൺസ്പെഷ്യലൈസ്ഡ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, ഏത് പാർട്ടിലാണോ കാണുന്നത് അല്ലെങ്കിൽ ഏതൊരു സെല്ലായിട്ടാണോ മാറേണ്ടത് അതനുസരിച്ച് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ഇതിനെയാണ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സെൽസ് ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു മെനി ഡിഫറെന്റ് സെൽ ടൈപ്സ് ഓഫ് ദ ബോഡി ഇൻ ദ ബോഡി ക്യാൻ ബി കോൾഡ് എ സ്റ്റെം സെൽ അല്ലെങ്കിൽ വിത്ത് കോശം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റെം സെൽ എവിടെയൊക്കെ കാണുന്നു? ബോൺ മാരോ, സ്കിൻ, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലാണ് സ്റ്റെം സെൽസ് മെയിൻലി കാണുന്നത്. ഈ സ്റ്റെം സെൽസ് ഏത് രീതിയിലാണോ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ കാണുന്നത് അതിന്റെയൊക്കെ ബേസിൽ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. മെയിൻലി നമ്മൾ പറയുകയാണെങ്കിൽ പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെല്ലും അഡൽട്ട് സ്റ്റെം സെല്ലും ആണ് ഉള്ളത്. പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയിലത്തെ ഏതൊരു സെൽ ടൈപ്പ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് വിളിക്കുക. അഡൽട്ട് സ്റ്റെം സെൽ എന്ന് പറയുന്നത് അത് ഏതൊരു ടിഷ്യൂവിലാണോ ഓർഗനിലാണോ കാണുന്നത് ആ ഒരു സ്പെസിഫിക് സെല്ലായിട്ട് മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. Are found in a tissue or organ and can differentiate to yield a specialized cell type. Suppose അതൊരു ബ്ലഡ് സെല്ലിലാണ്, ബോൺ മാരോയിലാണെങ്കിലാണ് കാണുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലഡ് സെല്ലായിട്ട് അത് ഡിവൈഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ സ്പെസിഫിക് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ അഡൽട്ട് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. സ്റ്റെം സെൽസിന്റെ ചെറിയൊരു ക്ലാസിഫിക്കേഷനും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ആ ഒരു സെൽസിനെയാണ് ഇന്നർ സെൽ മാസ് എന്ന് വിളിക്കുന്നത്.
ഈ സെൽസ് ആണ് നമ്മുടെ സ്റ്റെം സെൽസ് അല്ലെങ്കിൽ എംബ്രിയോണിക് സ്റ്റെം സെൽസ് നമ്മൾ വിളിക്കുന്നത്. ഇന്നർ സെൽമാസിനെയാണ്, ബ്ലാസ്റ്റോസിസ്റ്റിലത്തെ ഇന്നർ സെൽമാസിനെയാണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ആദ്യമേ അത് ഡിവൈഡ് ചെയ്തിട്ട് നെർവ് സെല്ലും ബോൺ സെല്ലായിട്ടൊന്നും മാറിയല്ല. അവിടെ എന്താണ് 3 germ layers, ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓർഗാനിസത്തിന് 3 germ layers ഉണ്ടാവും. ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം ആൻഡ് ഇന്നർ എൻഡോഡം. ഈ 3 germ layers ആയിട്ടാണ് ആദ്യം അവർ ഡിവൈഡ് ചെയ്യുന്നത്. ആ germ layerസിൽ നിന്നാണ് പിന്നീട് നമ്മളെ ഡിഫറെന്റ് ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസും സെൽസ് ഒക്കെ ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ സ്റ്റെം സെല്ല് ആദ്യം എക്ടോഡം, മീസോഡം, എൻഡോഡം. എക്ടോഡോമിൽ നിന്നാണ് ന്യൂറോൺസ് ഉണ്ടാവുന്നത്, മീസോഡോമിൽ നിന്ന് ബ്ലഡ് സെൽസും, എൻഡോഡോമിൽ നിന്ന് ലിവർ സെൽസും. അങ്ങനെ നമ്മളുടെ ബോഡിയിലത്തെ ഓരോ സെൽസും ഫോം ചെയ്യേണ്ടത് ഈ 3 germ layerസിൽ നിന്നാണ്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെം സെൽസ് ആണ്. ടോട്ടിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് പറയുന്നത് കേപ്പബിൾ ടു ഡിഫറൻഷിയേറ്റ് ഇൻ ടു ഓൾ സെൽ ടൈപ്പ്. നമ്മുടെ സൈക്കോട്ടിനെ പറഞ്ഞ പോലെ ഏതൊരു സെൽ ടൈപ്പ് ആയിട്ടും ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള സെൽസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോട്ടിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സെൽ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നേരത്തെ കാണിച്ച ബ്ലാസ്റ്റോസിസ്റ്റിലത്തെ അകത്തിരിക്കുന്ന ഇന്നർ എംബ്രിയോണിക് സെൽമാസ് ആണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് ആയിട്ട് മാറുന്നത്. മൾട്ടിപൊട്ടന്റ് സ്റ്റെം സെൽസ്, ഈ ടോട്ടിപൊട്ടന്റും പ്ലൂറിപൊട്ടന്റും ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും, എന്നാലും അവർ ഒരുവിധമുള്ള എല്ലാ സെൽസും ആയിട്ട് അവർ ഡിവൈഡ് ചെയ്യും. മൾട്ടിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ബ്ലഡ് സെല്ലിന് എടുക്കാം. ബ്ലഡ് സെല്ലിന് എടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡ് സെല്ലിന് ഡിവൈഡ് ചെയ്തിട്ട് മസിൽ സെല്ലായിട്ട് മാറാൻ പറ്റത്തില്ല. അവരെന്താണ്, ആ ബ്ലഡ് കമ്പോണന്റ് ഒന്നിലെ RBCയോ WBCയോ പ്ലേറ്റ്ലെറ്റ് ആയിട്ട് മാത്രമേ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഡിവൈഡ്സ് ഇൻ ടു ക്ലോസ്ലി റിലേറ്റഡ് സെൽ, ആ ടൈപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മൾട്ടിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. ഒളിഗോപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് സെൽ ടൈപ്സ് ആയിട്ട് മാത്രമേ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യൂണിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോഴേക്കും ഏതൊരു സെല്ലിലാണോ അവർ കാണുന്നത്, സപ്പോസ് നെർവ് സെൽ ഡിവൈഡ് ചെയ്യില്ല, മസിൽ സെൽസിലാണെങ്കിൽ കാണുന്നതെങ്കിൽ ആ മസിൽ സെല്ലായിട്ട് മാത്രമേ അവർക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു സ്പെസിഫിക് സെല്ലായിട്ട് മാത്രം ഡിവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് യൂണിപൊട്ടന്റ് സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏറ്റവും കൂടുതലായിട്ടും പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ്, യൂണിപൊട്ടന്റ് സ്റ്റെം സെൽ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോർഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. In multicellular organism, different cell types arise through cellular differentiation. What is the term for cells with the ability to differentiate into any cell types, including cells of germ layers? അങ്ങനെ ഏതൊരു സെൽ ടൈപ്പ് ആയിട്ടും ഡിവൈഡ് ചെയ്യാനുള്ള ഒരു സെല്ലിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽ എന്ന് വിളിക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The specialized cells in a multicellular organism have distinct morphologies and functions. Which is the term for the group of cells with similar structures and functions. Similar structures and functions perform ചെയ്യുന്ന group of cell നമ്മൾ എന്താ വിളിക്കുന്നത്, ടിഷ്യൂ എന്നാണ് വിളിക്കുന്നത്. Okay. The process by which specialized cells lose the specific characteristics and revert to a less specialized state is called de-differentiation. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഡിഫറൻസിയേഷൻ. ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ അൺസ്പെഷ്യലൈസ്ഡ് ഇമ്മെച്യൂർ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് സിഗ്നലിംഗ് വഴിയിട്ട് ഒരു മെച്യൂർ സ്പെഷ്യലൈസ്ഡ് സെൽ ടൈപ്പ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഇത് നേരെ തിരിച്ചും നടക്കുന്നുണ്ട്, എല്ലാത്തിലും ഇല്ല, ചില ഓർഗാനിസത്തില്. അവിടെ എന്താ സംഭവിക്കുന്നത്, ഇപ്പോ ഒരു ബ്ലഡ് സെല്ലാണെങ്കിൽ അത് തിരിച്ച് അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇമ്മച്യൂർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വന്ന വഴി അവർ തിരിച്ചു പോവുകയാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡി-ഡിഫറൻസിയേഷൻ. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അൺസ്പെഷ്യലൈസ്ഡ് എന്താണ്, സ്പെഷ്യലൈസ്ഡ് അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ട് മാറുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡി-ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. താങ്ക് യു.